അത്ഭുതത്തിന്റെ കാരണമാകാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ആ ദൈവത്തിന്റെ വലിയൊരു കരുതലിനായ സ്തോത്രം. മഹത്വം വെളിപ്പെടണം. വചനം ഞങ്ങളോട് സംസാരിക്കണം. ദൈവികാലോചന ഞങ്ങളോട് കൈമാറണം. പുതുശക്തിയോട് പുതുബലത്തോട് ഞങ്ങൾക്ക് മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കാൻ പോകുന്ന സകല മഹത്വം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം, യാചന കേൾക്കണം. യേശുക്രിസ്തുവിന്റെ അധികാല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി लॉर्ड, प्रेज द लॉर्ड। बहुत आमीन। इस वचन के द्वारा कह रहे कि जहां जहां तुम जाओगे वहां वहां कौन रहेगा? मेरा परमेश्वर की साया होगा ना। सही है। ആമേൻ, ആമേൻ. എവിടൊക്കെ നമ്മൾ കടന്നു പോകുന്നു അവിടെയൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒന്ന് വേണ്ടത് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം. इस वचनों को पढ़ने से हमें बहुत दृढ़ रहता है। लेकिन इस वचन के मैं कुछ पॉइंट्स को दिखाना चाहती हूँ। एक होना है हम बलवंत होना है. ഒന്നാകണം നാം ഉറപ്പുള്ളവരും നാം ധൈര്യശാലിയാകണം. ഇന്ന് പകൽക്കാലം ആമേൻ, ഇന്ന് ഈ 2026 പ്രാരംഭ സെക്ഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നീ ഉറപ്പുള്ളവളായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ആമേൻ, ആമേൻ, നൈ നിർണയ के साथ, नई आमीन उम्मीदों के साथ, आमीन, प्रेज द लॉर्ड, हालेलुया. हम नई उम्मीद के साथ हम कितने लोग बैठना चाहते हैं? എത്ര പേര് വിശ്വാസത്തോട് പറയാൻ തയ്യാറാകുന്നു ഇന്നു മുതൽ എനിക്കൊരു ഉറപ്പുണ്ട്? ഹല്ലേലൂയ. आज से कहे कि मैं एक बलवंत होना चाहती हूँ और मैं एक स्ट्रॉन्ग करेजियस होना चाहती हूँ. हमें हमें कितने लोग कहना चाहिए आज से मेरा जो लाइफ स्टाइल है, आज से जो मेरा बैठना सही है, मैं अब से मैं हिलने वाली नहीं हूँ बल्कि मैं स्ट्रॉन्ग होना चाहती हूँ. मैं परमेश्वर में एक बड़ी उम्मीद से मैं आना चाहती हूँ. कितने लोग कहना चाहते हैं कि मैं परमेश्वर के समूह में ഇന്ന് ഉറപ്പുള്ളവര് എത്ര പേര് പറയണം? എത്ര പ്രതികൂലം വന്നാലും എത്ര ക്ഷീണങ്ങൾ വന്നാലും ഞാൻ ഉറപ്പുള്ളവനായിരിക്കും. मैं पता है वचन हमें जो प्रभु के जो वचन कहते हैं, वचन देने से पहले हम क्या होना चाहिए? हम अपने आप में स्ट्रांग होना चाहिए. നമ്മൾക്ക് വാഗ്ദത്ത വചനം തരുന്നെങ്കിൽ അത് കേട്ടിരിക്കാനുള്ളതല്ല, നീ ഉറപ്പുള്ളവരായിരിക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഒരു സ്ഥിരതയുണ്ട്? ഹല്ലേലൂയ. നാം പതറിപ്പോകത്തില്ല. ഒന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് പറ, ഇനി ഞാൻ പതറാനുള്ളതല്ല. കഷ്ടങ്ങൾ വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, എനിക്കൊന്നുണ്ട്, ഞാൻ പതറാതെ വണ്ണം എന്റെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായിരിക്കും. ഡയറക്ട്ലി കമാൻഡ് ചെയ്യുക. ആ ഫിയറിനെ മാറ്റണം, ആ ഭയത്തെ മാറ്റണം. कितने लोग अपने आप को पहला कमांड करे, अपने आप को कहे कि मैं अब डरूंगा नहीं. जैसे कि नीलम ने बताया कि गवाही देते समय मैं गिर गई, लेकिन मुझे कुछ हो जाने से चलेगा, लेकिन मेरा बच्चा ठीक होना चाहिए. नहीं, परमेश्वर हमारे बच्चों को होने के लिए नहीं, बच्चे को ठीक होने के लिए, बल्कि हम देखने जा रहे हैं मुझे जो परमेश्वर ने जो दिया है, जो संतान है, मैं उसे बड़ा करूंगा, मैं उसे परमेश्वर की योग्यता में करूंगा. आमीन, आमीन. परमेश्वर ने जो मुझे जो दिया वो वाचा उसे पूरी करने के लिए मुझे बलवंत करेंगे. हालेलൂയ. ഇന്ന് കാലം എത്ര പേര് വിശ്വസിച്ച് പറയുന്നു, ആമേൻ, എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അത് ഞാൻ പൂർത്തീകരണത്തിലേക്ക് എന്നെ തന്നെ ഞാൻ ഉറപ്പിക്കും. ഹാലേലൂയ. ഞാൻ പതറിപ്പോകാനല്ല. ആമേൻ, ഹാലേലൂയ. കർത്താവ് എനിക്ക് തന്ന ആയുസ്സിനകത്ത് അതിനെ പൂർത്തീകരണത്തിലേക്ക്, എനിക്കൊരു മൂവിലേക്ക് എന്റെ സ്വർഗം എന്നെ കൊണ്ടെത്തിക്കണമെന്ന് എത്ര പേർ ഉറപ്പോടെ പറയുന്നു? ഈ 2026 ഞാൻ വിഷമിക്കുന്ന കാലഘട്ടമല്ല, ഞാൻ കരയുന്ന കാലഘട്ടമല്ല, ഞാൻ ഉറപ്പുള്ളവളായിരിക്കും. हालेलूय. हम इस करेंगे 2026 में ऐसा कहेंगे कि मैं रोने वाली नहीं, मैं हालेलूया निराश होने वाली नहीं, मैं डिप्रेशन में रहने वाली नहीं, बल्कि मैं दृढ़ पाकर वचनों के अंदर दृढ़ रहकर मैं परमेश्वर की वाचाओं के अनुसार मैं दृढ़ से मेरे आगे की जिंदगी में मेरे हर एक मोमेंट में मैं जाना चाहती हूँ. आमीन. प्रेज द लॉर्ड, प्रेज द लॉर्ड. हमारी कठिनाई कहाँ होती है? अगर एक केस का रिपोर्ट लेकर बैठने से हमारे चेहरा ये खत्म हो जाता है, हमें निराश जैसा हो जाता है ना? एक मेडिकल रिपोर्ट बताने से अरे खत्म हो गया. घर में कुछ समस्या आ जाने से हमारा चेहरा बहुत ढीला हो जाता है. लेकिन आज से कहे कि ये सारा समस्या तो शैतान लेकर आने वाला है, लेकिन मुझे जो बुलाया गया है, जो परमेश्वर की जो वाचा है वो दृढ़ का है. आमीन.
പ്രതികൂലങ്ങൾ, ചില മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ കണ്ട് നിന്റെ ചുറ്റും നിൽക്കുന്ന പല പ്രതികൂലങ്ങളെ വാക്കുകളെ നിന്നെ നിരാശപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാ ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറട്ടെ. നീ ഉറപ്പുള്ളവളായിരിക്കുമെങ്കിൽ, നിന്റെ അകത്തളത്തിലെ ഭയത്തെ മാറ്റാൻ നീ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മ 2026 പ്രതികൂലത്തിന്റെ മധ്യ, ചെങ്കടലിന്റെ മധ്യ, പ്രയാസത്തിന്റെ മധ്യയിൽ, തീഗോളത്തിന്റെ മധ്യയിൽ ഞാൻ നിന്നെ നിർത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ പരിശുദ്ധാത്മ നിന്നോട് ഇടപെടുന്നു. आमीन, प्रेज़ द लॉर्ड। उरप, हम अपने में विश्वास नहीं करते, बोलो, है ना? सही में कितने लोग हैं अपने आप को विश्वास करने वाले लोग हैं? छोटी बात हो जाने से ना निराश हो जाते हैं। अरे सिस्टर जी आप देखो, अब देखो मेरा सर दर्द कम नहीं हो रहा है, अब देखो मेरा हाथ ऊपर नहीं हो रहा है। अरे तुम विश्वास करे कि परमेश्वर मुझे किस लिए बुलाया गया है। ഇന്ന് രാത്രി ഒന്ന് ഉറപ്പോട് പറയാൻ പറ്റുമോ? എന്നെ വിളിച്ച വിളിക്കത്തക്ക. രണ്ടാമത്, സെക്കൻഡ്, നമ്മൾ മേലുള്ള ഭയത്തെ മാറ്റണം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മെഡിക്കൽ റിപ്പോർട്ട് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കും. ആമേൻ. ജീവിതത്തിന്റെ ആമേൻ ചില കോടതി കേസുകൾ നിന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം നിന്നിൽ വ്യാപരിക്കുന്ന നീ തിരിച്ചറിയേണ്ടതാണ്. ദൈവം അറിയാതല്ല നിനക്ക് മെഡിക്കൽ റിപ്പോർട്ട് നിന്റെ കരുത്തിൽ തന്ന ഒരു കോടതി കേസ് നിനക്ക് തന്നിരിക്കുന്നത്. ദൈവം അറിയാതല്ല നീ കടന്നു പോകുന്ന ശോധന. പക്ഷെ അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം തന്നിട്ടാണ് നീ ഇതിനെ फेस ചെയ്യുന്നത്. हालेलुया। मैं कहना चाहती हूँ कि मेडिकल रिपोर्ट या कोर्ट कचहरी की जो पेपरों के और जो जैसे कि हमें जो भी आप चल रही है आपकी समस्या चारों और जो गुजर रही है सारे समस्या, आप सोचते होगा कि परमेश्वर आपने तो मुझे छोड़ दिया, ये समस्या कहाँ से आया। लेकिन मैं आप लोग से कहना चाहती हूँ कि इस समस्या देने से पहला परमेश्वर आपके पैरों में बल देकर आपको दृढ़ करके आपको बलवंत करके परमेश्वर आगे चलने के लिए कृपा दिया। अभी उदाहरण दे दो, नीलम बताए कि कुछ सीढ़ियां नीचे गिर गई, तो मैं तो बोल रही कि उसके पैरों में बस बल दिया है, उसके बाद गिराया है। हमारे यहाँ मुंबई में एक मेरी मम्मी जहाँ काम करती थी वहां पर एक छोटा 8th स्टैंडर्ड में 8th या 9th में कुछ पढ़ने वाला लड़का 2 सीढ़ी से गिर गया, पैरालिसिस हो गया। क्या हमारा परमेश्वर हमें बल देकर नहीं गिराया? वो हमारे स्वर्गदूतों को पकड़ कर हमें चारों आगे पीछे हमें चलाता है। हम हमेशा जाने घर से निकलते समय मैं हमेशा प्रार्थना, परमेश्वर आपके स्वर्गदूत को मेरे आगे ले जाना, मेरे पीछे भी रहना, मैं घर वापस आने तक स्वर्गदूत मेरे साथ रुकना। कितने लोग प्रार्थना करते हैं? ഇന്ന് രാത്രി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, എന്റെ മകനായാലും ഞാൻ ദൈവസന്നിധിയിൽ രാത്രിയായാലും കർത്താവേ സ്വർഗീയ ദൂതന്മാർ അവരോട് കൂടെ ഇരിക്കണമേ. മുൻപിടെ പിൻപിടെ സ്വർഗീയ ദൂതൻ മടക്കി യാത്രകൾ മേൽ ദൈവത്തിന്റെ കരുതൽ തന്റെ മക്കളോട് കൂടെ നിൽക്കണമേ. എത്ര പേരെന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ കരത്തിൽ ഒന്നുമില്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവപ്രവൃത്തി. आज रात को कितने लोग कहना चाहते हैं कि विश्वास से दृढ़ से कहे कि मेरे लिए स्वर्ग दूत उतरने वाले. ഇന്ന് രാത്രി ഒന്ന് പറ, വിശ്വാസം പറ, സ്വർഗ ദൂതന്മാർ എനിക്ക് വേണ്ടി മുൻപേയായി പിന്മയായി കാവൽ ചെയ്യുന്ന ഒരു ദൈവിക മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുന്നത്. അത് ഹോസ്പിറ്റൽ നീ കടന്നു പോകട്ടെ, ഏത് മേഖലക്കകത്ത് പോകട്ടെ, അവിടെയൊക്കെ ദൂതൻ ഇറങ്ങും. आमीन। परमेश्वर से कितने लोग कहना चाहते, कितने लोग प्रार्थना करते, एक है कमांडिंग पावर हमारे अंदर होना चाहिए। हालेलुया, हालेलुया। ज्वाला हमेशा नौकरी में जाते समय, घर से निकलते, परमेश्वर वहां पर पहुंचने के लिए प्रभु कृपा दे। मैं अब नौकरी में निकल रहा है, सो परमेश्वर आपकी स्वर्गदूत मेरे साथ रुके मेरे काम की जगहों में। कितने लोग प्रार्थना करते हैं? आमीन, आमीन। ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു? परमेश्वर, मैं परमेश्वर को धन्यवाद करना चाहती हूँ, चाहे वो कितनी भी बड़ी कठिनाई क्यों ना हो, whatever may be happen, എത്ര വലിയ ഹാർഡ് സിറ്റുവേഷൻ, അവിടെ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. आमीन, प्रेज़ द लॉर्ड, प्रेज़ द लॉर्ड। मैं आपसे एक कहानी कहने के लिए चाह रही हूँ। एक व्यक्ति, उनका नाम जोनाथन था, उनका नाम जोनाथन था। मैंने एक टेस्टिमनी सुना है, रियल टेस्टिमनी मैंने सुना है। वो अस्पताल में जाने पर മലയാളത്തിൽ പറയാം, ആദ്യം ഹിന്ദി പറഞ്ഞു തീർക്കട്ടെ. I mean, उस समय उस जोनाथन का नाम, वो हॉस्पिटल चला गया तो कहा, डॉक्टर ने बोला कि तुम्हारी दोनों किडनी चला गया.
अब वो भाई ने बोला कि मेरे हाथ में 1 रुपया भी नहीं है, मेरे पास पैसा नहीं है। लेकिन उन्होंने कहा, डॉक्टर ने बोला हम कुछ नहीं कर सकते, बस आपको तो अब हाँ हमें ट्रांसप्लांटेशन करने की जरूरत होगी। हमें मैं क्या कर सकती हूँ, हमें इसलिए क्या करना होगा, ऐसा करके प्रार्थना करने लग गया। फिर से वो कुछ नहीं बोला। डॉक्टर बोला अब तुम्हें आना है ट्रांसप्लांटेशन की जो भी तैयारी करने के बाद तुम आए, तुम्हारे एक डोनर के लिए जरूरत, और ये व्यक्ति के पास, इसके पास एक पैसा नहीं है। घर वाला ने उसे छोड़ दिया, ये क्योंकि मसीह को जानने लग गया इसलिए। वो एक उस हॉस्पिटल के नजदीक वाले एक एक होटल में रुका। उस होटल में जाकर ऐसा कहा, वो चाय पीने के बाद थकावट था। सब सोचो कि 2 किडनी की हालत इतनी बेकार है, इतनी बेकार हो जाने से क्या होगा। घुटना टेकने लगा, सर नीचे रखकर नींद लग गया। अचानक से उसको एकदम गहरी नींद लग गया। वो नींद में देख रहा है एक बड़ा एक प्रकाश आ रहा है, और वो उठकर खड़ा हो गया। खड़े रहने से पहले जैसा बैठा था उस तरह नहीं, उसमें बड़ा अद्भुत हुई। एक ऐसा उसने दर्शन देखा, वहां से बड़ी एक एक बड़ी एक लाइट आकर उसके दोनों किडनियों में छा गया, और वहां से कुछ अंधकार उसको लेकर चला गया। वो उठकर जल्दी उठा और फिर से डॉक्टर के पास चला गया। बोला कि एक बार देखो डॉक्टर जी, मुझे कुछ तो हो गया है। वो चेक करने से बोला तुम्हारा किडनी तो ठीक है, ये ट्रांसप्लांटेशन कौन किया। आमीन, प्रेज द लॉर्ड। परमेश्वर भला है, वो किसी भी तरह आपकी जिंदगी को सुधार सकते हैं। हमें रूट मैप की देने की जरूरत नहीं है। और हमें और सहोदर, वो एक मुस्लिम व्यक्ति था, ഒരു മുസ്ലിം ഒരു വ്യക്തിയായിരുന്നു. താൻ ഹോസ്പിറ്റലിൽ കടന്നു പോയപ്പോ 2 കിഡ്നി ഫെയിൽ ആയി. താൻ വിശ്വാസത്തിൽ വന്നുകൊണ്ട് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ 2 കിഡ്നീസും ഫെയിൽ ആയി. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് അത് കഴിയുമ്പോഴേ നിങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തി അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് ആമേൻ ആ സമയത്ത് പരിശുദ്ധാത്മ ഇങ്ങനെ പറഞ്ഞു, താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ, ഞാൻ ഡോക്ടറിന്റെ അടുത്ത് കടന്നുപോയി. ഡോക്ടർ പറഞ്ഞു ഇനി ഡോണർ കിട്ടിയാലേ നിങ്ങൾ വന്നാൽ മതി, ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ നിങ്ങൾക്കൊരു വിടുതലില്ല. താൻ വേദനയോടെ ഹോസ്പിറ്റലിൽ ഇത് രണ്ട് കിഡ്നി ഓക്കെ ആയിട്ട് നമുക്ക് നടക്കാൻ വയ്യ, 2 കിഡ്നി ഫെയിൽ ആയ വ്യക്തിയുടെ അവസ്ഥ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. താൻ തനിയെ ഇറങ്ങി ഒരു ചെറിയൊരു മാടക്കടയിൽ കയറി ചായ കുടിക്കാൻ. പെട്ടെന്ന് ചായ കുടിക്കുന്ന സമയത്ത് തനിക്കൊരു ക്ഷീണം വന്നു. താൻ കമന്ന് കിടന്നപ്പോ ഒരു ദർശനം കണ്ടൊരു വിഷയമാണ്. താൻ കണ്ടൊരു ദർശനം ഇങ്ങനാണ്, വലിയൊരു സൂര്യപ്രകാശം തന്റെ കിഡ്നിയിലേക്ക് കടന്നു വരുന്നു. പെട്ടെന്ന് ഒരു അന്ധകാരം തന്റെ 2 കിഡ്നിയിൽ നിന്ന് ഭാഗത്തുനിന്ന് മാറ്റിക്കളഞ്ഞു. താൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോ തനിക്ക് വേദനയില്ല, അസ്വസ്ഥതയില്ല. താൻ എഴുന്നേറ്റ് നിന്നു. ചാടി എഴുന്നേറ്റ് നിന്നിട്ട് താൻ വേഗം ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വേഗം ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ, എനിക്ക് എന്തോ ഒന്ന് ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഡോക്ടർ ചെക്ക് ചെയ്തെന്ന് പറയുന്നു നിങ്ങൾക്ക് കിഡ്നി പ്രോബ്ലംസ് ഇല്ല. രാത്രി ഞാൻ ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ വിശ്വസിക്കാൻ തയ്യാറാണോ? നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പോലും ഡോക്ടർമാർക്കും തൊടാൻ പറ്റാത്ത മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിനെ ആമേൻ ആമേൻ ഉറപ്പിക്കാൻ പോകുന്നു. അതിനെ ദൈവപ്രവൃത്തിയിൽ നിന്നെ വിടുവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീ നീങ്ങാൻ പോകും. പക്ഷെ നിന്റെ उറപ്പിലാണ് ദൈവപ്രവൃത്തി. हमें आप जितनी दृढ़ रहेगा वहां पर परमेश्वर काम करेगा, चाहे कितनी भी बड़ी कठिनाई क्यों ना हो, कितनी भी पूरी हमें समस्या क्यों ना हो, लेकिन परमेश्वर तुम्हें संभाल कर रखेंगे. अब दूसरे में कहते हैं कि अगर वैसा विश्वास रहने से ही परमेश्वर उनके साथ रहेगा. അങ്ങനെ ഒരു ദൃഢമായുള്ള വിശ്വാസം ഉള്ളവരുടെ കൂടെ ഉള്ളു ദൈവം. ചുമ്മാ അത് കരയുന്നതും പേടിക്കുന്നതും ഭയപ്പെടുന്നവരുടെ കൂടെ ദൈവം ഇല്ല കേട്ടോ. आमीन, मेरा कहना समझ में आया? आप देखो छोटी सी बात होने सारे भाई रोना धोना बैठने वाले लोग के साथ परमेश्वर नहीं रहेगा. दृढ़ रखे, हमारे परमेश्वर बड़ी दृढ़वान. अब देखो हम में एक दृढ़ता होने से निश्चित हमारे साथ परमेश्वर काम करेगा. अयो अयो करके बैठने से हमारे साथ नहीं रहेगा.
आज से बोले कि मैं परमेश्वर की बेटी हूं, तो मैं एक राजा का बच्चे में दृढ़ता होना चाहिए, है ना। चोर का बच्चा तो चोरी करेंगे, राजा का बेटा राजा की तरह रहेंगे, है ना। सही है ना। हमें आज से कहे कि 2026 है, मैं अभी कठिनाई में कई लोगों को नहीं बोलूंगी, मेरा परमेश्वर बड़ा है, मैं उसका बेटी हूं, मैं उसी तरह दृढ़ता में रहूंगी। ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് പറയുന്നു ഞാൻ ഉറപ്പുള്ളതാണ്? ഈ വചനം പറയുന്നത് പോലെ നീ ധൈര്യപ്പെടുവൻ, ഭയം മാറ്റുവാൻ. ഈ 2026 ആമേൻ. मैंने कुछ समय पहले से जिशा से बात करते समय मैंने उसी को भी यही बोला, अब से एक निर्णय लेना। कल 2-4 दिनों से मैं यही कह रही हूँ कि 2026 में अब तुम दृढ़ता रहना है, कठिनाई को सामना करना है। मैंने आशा से भी कहा था, जो मुझे ये दिनों में जो कॉल किया था, आज से बोले कि मैं आपसे कंप्लेंट देने वाली नहीं है, उस कंप्लेंट को मैं उसका सोल्यूशन के साथ रुकूंगी. കംപ്ലൈന്റിന്റെ കൂടെയല്ല, കംപ്ലൈന്റിന്റെ കൂടെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി എന്നിൽ വെളിപ്പെടും. ഞാൻ നിരാശപ്പെട്ടവളായിട്ടല്ല, ഏത് പ്രതികൂലത്തിലും ജയിക്കുന്ന അഭിഷേകം. ഇന്ന് പകൽക്കാലം എത്ര പേര് ഉറപ്പുള്ളവരായിട്ട് ദൈവസന്നിധി ഒന്ന് ഏൽപ്പിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നിനക്ക് അധികാരം, ജോഷുവ പറഞ്ഞതുപോലെ ജോഷുവയിൽ ഭയങ്കര അധികാരമാണ്. आमीन, हालेलुया. जोशुआ तो पूरी ले लेता है. क्यों ज्वाला आज से कहे कि मेरे घर में जो भी समस्या आ रहा है उसके हमें उसके अंदर जीने के लिए मुझे कृपा देगा करके विश्वास से दृढ़ से कहे कि अब से मैं हार मानने वाला नहीं, मुझ में परमेश्वर जब तक मुझे आयु दिया है तब तक मेरा परमेश्वर की सेवकाई करूंगा मैं. രാത്രി കാലം എത്ര പേര് ഉറപ്പോട് പറയാം, ഞാൻ നിരാശപ്പെടാനുള്ളവരല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ മുന്നേറുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? മേ ബി എത്ര സിറ്റുവേഷൻ ആകട്ടെ, സ്റ്റീഫൻ എബ്രഹാം ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, പ്രതികൂലം നിന്റെ മുന്നിലുണ്ട്, തിരമാലകൾ നിന്റെ മുന്നിലുണ്ട്, പക്ഷെ നീ ഉറയ്ക്കാൻ തയ്യാറാണ്. ഈ പരിശുദ്ധം പറയുന്നു, ആമേൻ, ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ മേൽ, ആമേൻ, ഹല്ലേലൂയ, ഈ വരുന്ന കാലഘട്ടം നീ കുറിച്ചു വെച്ചോ. 2-ാം മാസം അവസാനം, 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം ചില രേഖകളെ തിരുത്തുന്ന ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നീ സാക്ഷിയായി, ഹല്ലേലൂയ, അധികാരത്തോട്, ഹല്ലേലൂയ, ഒരു കമാൻഡിങ് പവറോട് ഞാൻ നിന്നെ പുറത്തിറക്കുന്ന യഹോവയ്ക്ക് പദ്ധതിയുണ്ട്, ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവമാ പറയുന്നു. നീ പോലും അറിയാതെ ചില ഗൂഢാലോചന നിന്നെ തകർച്ചുകളയാൻ ശത്രു പദ്ധതികൾ ഒരുക്കുന്നുണ്ട്, പക്ഷെ അതിനെ ജയിക്കുന്ന അഭിഷേകത്തോട് മുന്നേറാൻ തയ്യാറാണ്. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് കൈമാറുന്നു. ജോണിച്ച ഈ ദിവസങ്ങൾ ദൈവശ്രീ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ, മഹത്വം നിന്നിൽ വെളിപ്പെടാൻ പോവാ. ആമേൻ. ഇന്ന് വരെ നിന്റെ ചുറ്റും നിൽക്കുന്നവര്, നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന പലരും നിന്റെ മുൻപിൽ ഉണ്ടായിരിക്കും, പക്ഷെ അതിനെ നോക്കി നീ പറ, ഞാൻ ജയിക്കുന്ന മകളാണ്, ഞാൻ ജയിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ മുന്നേറുമെങ്കിൽ ചില രേഖകളെ ദൈവമ്മ പറഞ്ഞു, നിനക്ക് വിരോധമായി നീ പോലും അറിയാതെ നിന്നോട് ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ചിലര് പോലും നിനക്ക് വിരോധമായി ചലിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇന്ന് രാത്രി നീ പറ, ഉറപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എനിക്ക് മുൻപേയായി ഇറങ്ങുമെന്ന്, ദൂതൻ എനിക്ക് വേണ്ടി കപ്പൽ ഇറങ്ങുമെന്ന് നീ ഉറപ്പോട് പറയാൻ തയ്യാറാണെങ്കിൽ യഹോവയുടെ മഹത്വം നിന്നിൽ വെളിപ്പെടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിനുജ, ദൈവാത്മ ഇങ്ങനെ പറയുന്നു, ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ജോണിറ്റ. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ ദൈവാത്മ പറയും, നിന്റെ ഭർത്താവിനെ ദൈവം തൊടാൻ പോവാ, പക്ഷെ നീ മൗനം പാലിക്കണം. തൊടുന്നത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാനാണ്. ആ വ്യക്തി നിന്നോടുകൂടെ മുട്ടുമടങ്ങാൻ തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി ഈ 4-ാം മാസത്തെ ദൈവം പ്രവർത്തിക്കുമെന്ന് വെച്ചു. ആമേൻ. ആ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ, ആമേൻ, നീ ചിന്തിക്കുക, അയ്യോ എന്തിനാ ഇത്രയും കഷ്ടം എനിക്ക് തന്ന. ചുറ്റുപാട് പറയും, അയ്യോ അവരുടെ ഭർത്താവിനെ തൊട്ടല്ലോ, പക്ഷെ അത് ദൈവനാമ മഹത്വത്തിനായി, അത് ദോഷത്തിനല്ല, നന്മയ്ക്കത്രയും ദൈവം പറയും. തൊടല്ലെന്ന് പ്രാർത്ഥിക്കല്ലേ. തൊടുമ്പോൾ നീ നിന്റെ കുടുംബം യഹോവയ്ക്ക് മഹത്വമുള്ളവൻ, നിന്നെ ഒരിക്കലും വിധവയാക്കത്തില്ല. ദൈവാത്മ പറയുന്നു, ആമേൻ, നിന്റെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഒരേ വേദിയിൽ നിന്ന് എന്റെ മഹത്വത്തിലേക്ക് ഞാൻ നിന്നെ സാക്ഷിയായി നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന കൈമാറുന്നു. നീ പതറിപ്പോകാതെ ഉറപ്പോട് നിൽക്കണമെന്ന് പരിശുദ്ധാത്മ പറയുന്നു.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം എത്ര പേര് ഉറപ്പോട് കർത്താവിനോട് ഒന്ന് പറഞ്ഞേ, വിശ്വാസം എന്ന് പറ, എന്നിൽ ഉറപ്പ് വർധനം വെളിപ്പെട്ട് വരട്ടെ. രാജേന്റെ ഒന്ന് വിശ്വാസം പറ, എന്റെ ഉറപ്പ് വർധനത്തിലേക്ക് നീങ്ങട്ടെ. ഉറപ്പ് വർധനത്തിൽ നീങ്ങുമ്പോൾ നിന്നോട് പറഞ്ഞ ഓരോ വാക്തത്വങ്ങളെ അക്കമിട്ട് മറുപടി കാണും. നീ സ്തോത്രം എന്ന അധരങ്ങൾ മാത്രം തുറക്കാൻ ദൈവം പറഞ്ഞു. ജനിച്ചയുടെ പരിശുദ്ധാമ്മ പറയാം, ആമേ, ഈ തലമുറ പുറത്തു വരികയില്ലെന്ന് വാദിക്കുന്ന ചില മേഖലകൾ പരിശുദ്ധാമ്മ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നീ ധൈര്യപ്പെട്ട് ദൈവസന്നി ആമേൻ ആമേൻ ദൈവ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് മഹത്വത്തിലേക്ക് നീ നീങ്ങാൻ തയ്യാറാണോ? കർത്താവ് ഏത് സിറ്റുവേഷൻ എന്റെ കൂടെ വന്നാല് ഞാൻ അതിനെ ജയിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ വരണമേ എന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ പരിശുദ്ധ പറയുന്നു, പൂർത്തീകരണത്തോട് ഊനമില്ലാത്ത തലമുറ ഞാൻ നിൽക്കുന്നെങ്കിൽ യഹോവയ്ക്ക് മഹത്വം കൊടുക്കുന്ന ദിവസങ്ങൾ നിനക്ക് മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. നീലം पवित्र आत्मा ऐसा करे ये दिनों में फिर से आमिर हमें संभालने के लिए पवित्र आत्मा कह रहा है। ऐसा बता रहा है कि पवित्र आत्मा ऐसा दिखाया कि एक हमें हमें काला शक्ति आकर हमें धक्के देकर गिराने की कोशिश में है, लेकिन ये कहा है कि तेरा परमेश्वर कहाँ है करके ऐसे सवाल उठाने के लिए शत्रु कार्य करे। लेकिन हमें ये दिनों में प्रार्थना में हमें मगन रहे और ऐसा कहे कि परमेश्वर आपके साया ना रहने पर मैं कहीं पर भी जा नहीं सके। परमेश्वर आप मुझे स्वर्गदूतों के तरह से मुझे जब पूरी तरह से चंगाई नहीं होगा तब तक मेरे जीवन में एक बड़ी हमें छुटकारा ना होगा, तब तक परमेश्वर आपकी कृपा स्वर्गदूत मेरे चारों ओर रुकने के लिए परमेश्वर से रोज की रोज प्रार्थना करने के लिए पवित्र आत्मा कह रहे हैं। ये दिनों में परमेश्वर ऐसे कह रहे कि दो व्यक्ति ऐसा रहे, हम देखेंगे चलो ये तो कहती है कि प्रार्थना करने से इसे छुटकारा देगा, लेकिन पवित्र आत्मा कह रहे घर के अंदर के लोग ही पवित्र आत्मा ऐसे ही दिखा रहे कि तेरा परमेश्वर कहाँ है, कहाँ है करके आमेन अंदर ही अंदर कुछ बातें हो रही करके ये दिनों में पवित्र आत्मा वे हमें पूरी तरह से बताना चाहते हैं कि लेकिन उस बातों को लेकर निराश मत होना, उस बातों लेकर हमें हमें हालेलुया हमें 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 हालेलुया हमें एकदम बेचैनी से ना बैठना। ये कहे कि इस कोख को हाथ रख कर कहे कि इसके अंदर परमेश्वर ने मुझे दान दिया, बच्चे को दिया है, तो उसे बाहर लेकर आने के लिए मेरा परमेश्वर योग्यता है। मैं स्वर्गदूत मेरे आगे पीछे रहेगा, वो मुझे संभालेगा। परमेश्वर की साया मेरे साथ इस वचनों को हमेशा दृढ़ता से हमेशा अपने जबान में बोलते हुए रहे, परमेश्वर तेरे जीवन में कार्य करेगा। आमीन। प्रेज़ द लॉर्ड, प्रेज़ द लॉर्ड। दया रानी से पवित्र आत्मा ऐसा कह रहा है। आमीन। हालेलुया, हालेलुया। मैंने जो जो दर्शन देखा है मैं आप लोग से कहना चाहती हूँ। नीलम की जब डिलीवरी के समय ज्वाला को भी हॉस्पिटल ना जाते हुए, धनपाल को भी कुछ समस्या होते हुए, उसे अकेलेपन की तेरे परमेश्वर कहाँ है करके कुछ समस्या आने वाले है, लेकिन आज पवित्र आत्मा कह रहे कि जब तक डिलीवरी होते हैं हर दिन हमें हर हफ्ते में एक दिन आप दोनों परिवार लोग उपवास में बैठकर प्रार्थना की परमेश्वर यही एक प्रार्थना हमें इसे पूरी तरह से इस समस्या में आगे चलने के लिए हमें आपकी कृपा की जरूरत है। आपकी कृपा में हमें आगे बढ़ना है। हम में से किसी को भी छोटी सी भी खरोज ना आए, उसे संभाल के रखने के लिए हफ्ते में एक दिन अपने आप को समय को अलग करके इकट्ठा होकर प्रार्थना करें। परमेश्वर इसके पीछे चलने वाले लोग को परमेश्वर छुएगा, लेकिन आपके समस्या आप और आपके परिवार आपके बच्चे संभाल के रहेंगे। आप दोनों परिवार को परमेश्वर के हाथों में समर्पण करके प्रार्थना करें, इसकी खाली चिन्ह के द्वारा आप लोग देखा जाएगा। मेरा कहना समझ में आया? ആമേൻ. ആമേൻ. ഈ ദിവസങ്ങൾ ദൈവസനെ ഏൽപ്പിച്ചു കൊടുക്കും, ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ। आमीन। अंकुरी आंटी, आप अपने बेटा के लिए ज्यादा से ज्यादा प्रार्थना करने के लिए पवित्र आत्मा कह रहे हैं। ये दिनों में प्रार्थना करें कि परमेश्वर जो निंदा करने वाले लोग के बीच में आपके लिए एक बड़ा छुटकारा देने के लिए चाह रहा है। आपके लिए बड़े अद्भुत इस 2026 में आपकी जो गिड़गिड़ाना, आपकी जो प्रार्थनाओं को परमेश्वर उत्तर देने जैसा आप वचन निकालिए। आमीन। लूक की पुस्तक पहला अध्याय के उसके 17, 18, 19 वाक्य आपके जीवन में अद्भुत कार्य
जैसे जकरिया को आमीन स्वर्गदूत आकर कह रहे मैं तेरे प्रार्थना को उत्तर दिया जा रहा हूँ। और जब जकरिया कहते हैं कि मैं इसे कैसे विश्वास करे, तब जकरिया को उस स्वर्गदूत कहते हैं कि जब तक तेरे हाथ में तेरे उत्तर ना मिले तब तक तू शांत रहना। इस वचन को दृढ़ से प्रार्थना करे, परमेश्वर कार्य करेंगे करके पवित्र आत्मा में जैसे पवित्र परिशुद्ध आत्मा നിന്നോട് ഇങ്ങനെ വ്യക്തമായി പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു ഇന്നേക്കും ഹല്ലേലൂയ. ആമേൻ. 56 ദിവസങ്ങൾ പരിശുദ്ധാത്മ നീ ദൈവസനയിൽ മുട്ടുമടങ്ങുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഭാവിയെ കുറിച്ച് ചിലതിനോട് ഇടപെട്ട് നിനക്ക് വേഗം ഈ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ നിന്റെ വിവാഹ ക്രമീകരണം നടത്തുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധം പറയുന്നു. പക്ഷെ നീ നിന്നെ കുറിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അതിന്മേൽ ഒരു വിടുതൽ വെളിപ്പെടും. അത് നടക്കുന്നവരെ നീ മൗനം പാലിക്കണമെന്ന് പരിശുദ്ധാത്മാവ് व्यक्तമായി ദൂത് കൈമാറുന്നു. आमीन. शिवानी से पवित्र आत्मा ऐसा कहने के लिए पवित्र आत्मा कह रहे कि आप अपने जीवन में अद्भुत आमीन कई चमत्कार देख रहे हैं, लेकिन चमत्कार देखते ही फिर शांत हो जाता है. जब जरूरत होने पर आमीन बत्ती को जलाने का नहीं बल्कि हमेशा जलता रहने वाला एक बत्ती समान बैठने के लिए पवित्र आत्मा कह रहा है. ये दिनों में प्रार्थना करें, पवित्र आत्मा करें 2026 खत्म होने से पहला मैं तुझे एक और संतान देकर मैं तुझे आशीषित करूंगी करके पवित्र आत्मा करें. ये दिनों में प्रार्थना में दृढ़ रहना, परिवार के संग अपने समर्पण में पवित्र आत्मा के अनुसार बपतिस्मा लेकर परमेश्वर के समूह में इकट्ठा होने, आमीन आमीन पवित्र आत्मा के अंदर आमीन जो नियम के अनुसार परमेश्वर से आगे लगे रहने के लिए पवित्र आत्मा अगुवाई कर रहा है. हमें दैव सन्निधि ഏൽപ്പിച്ചു കൊടുക്കാം. ये दिनों में प्रार्थना करने के लिए दया रानी से पवित्र आत्मा कह रहे हैं कि आपके भाई पवित्र आत्मा कह रहा है आप यहाँ पर बैठ के प्रार्थना करें, उनके परिवार में परमेश्वर के संग कलिसिया में प्रार्थना में जाने के लिए परमेश्वर उन्हें छूने जा रहे करके पवित्र आत्मा कह रहे हैं. आमीन. आपके संग बैठकर वो कहेंगे कि हम मसीह बनना चाहते हैं, हम इसके लिए क्या करना है. वैसा परमेश्वर एक द्वार खोलने जा रहे करके पवित्र आत्मा हमें हमें 2026 में इस समय में परमेश्वर अगुवाई कर रहे करके पवित्र आत्मा कह रहा है. ഇനി രാത്രി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി എന്നോട് പരിശുദ്ധാത്മാ വ്യക്തമായി പറയുന്നു, ഈ ദിവസം ശക്തമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് വിരോധമായി ചലിക്കുന്ന ചില ആയുധങ്ങൾ, നിന്നെ തകർത്തുകളെന്ന് വെല്ലുവിളിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് വ്യക്തമായി ആലോചന അറിയിക്കുന്നു. നിന്റെ തലമുറകളെ ഒന്നുമില്ലാതാക്കുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ആത്മാവിനോട് വ്യക്തമായി പറയും നീ മുട്ടുമടങ്ങാൻ തയ്യാറാണെങ്കിൽ നിന്റെ 2 തലമുറയും ചില രേഖകളെ മാറ്റി ഞാൻ മാനിച്ച ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ഞാൻ അവരുടെ കുടുംബ ജീവിതങ്ങളെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇരുവരുടെയും ജീവിതത്തെ ഞാൻ സ്വസ്ഥമാക്കി ഞാൻ നിന്റെ ജാമ്യം നീ പറയാമേ ദൈവം ഇങ്ങനെ പറയുന്നത് ആമേൻ ഉയർത്തി കാണിക്കാൻ തക്കണം ദൈവിക മഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തതയോട് ആലോചന അറിയിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. ആമേൻ. ജിഷയോട് പരിശുദ്ധാത്മ പറയുന്നു നിനക്ക് വിരോധമായി നിന്നെ എങ്ങും നിർത്തുകയില്ലെന്ന് വെല്ലുവിളിക്കുന്നവരുടെ മധ്യത്തിൽ എന്റെ മഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട. ഞാൻ ചിലതിനെ പറിച്ചു മാറ്റുന്നത് നീ കാണാൻ പോകുന്നു. ഞാൻ ചിലതിനെ അമ്മൻ വേരോട് പിഴുതു മാറ്റുന്നത് നീ കാണാൻ പോകുന്നു. പക്ഷെ സകലത്തിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിൽ മൗനമായി ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാ പറയും ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവപ്രവൃത്തി, ആത്മാ പറയും ഞാൻ നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത ഒരു ചില ദൈവിക പ്രവൃത്തി ഞാൻ നിന്റെ നാവിൽ കൂടെ ഞാൻ പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് വ്യക്തതയോട് ആലോചന അറിയിക്കുന്നു. റമന ഹദരഗതന ദൈവസന്നിധി സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചോ മഹത്വം വെളിപ്പെടും. പരിശുദ്ധാത്മാശയുടെ ദൈവാത്മ ഇങ്ങനെ പറയുന്നു മകളെ ദിവസങ്ങൾ നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ, വേദനപ്പെടുന്ന വിഷയങ്ങൾ നിനക്ക് ഇങ്ങനെ സംഭവിക്കുന്ന പലരും പറയുമെങ്കിൽ പലരും നോക്കി നിൽക്കുന്നവരുടെ മധ്യം ആമേ നിനക്കൊരു പോറല് പോലും ഉണ്ടാകാതെ ഞാൻ നിന്നെ കരുതി ഞാൻ നിന്നെ നിർത്തി എന്റെ മഹത്വം വെളിപ്പെടും. പരിശുദ്ധ 2026 നിന്റെ ഭവനത്തിൽ ആമേ 3 വ്യക്തി ജീവിതങ്ങൾ നിന്റെ ഭവനത്തിൽ കടന്നു വന്ന് നിന്നെ കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം സ്വർഗം നിന്റെ ഭവനത്തിന്റെ വാതിലുകളെ ഞാൻ തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈവന്ന ദിവസങ്ങൾ നീ പ്രാർത്ഥിച്ചു വിവേചിക്കുവാൻ തക്കവണ്ണം ദിവസങ്ങൾ പുതുശക്തിയോടെ പുതുബലത്തോടെ നീ മുന്നേറാൻ തയ്യാറാണെങ്കിൽ മഹത്വം നിന്നിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് കൈവന്ന് ദൈവാത്മ ഇങ്ങനെ പറയുന്നു ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നീ പതറിപ്പോകുന്നവളായിട്ടല്ല ആമേൻ ചിലർക്ക് ആമേൻ ആശ്വാസം കൊടുക്കുന്ന ധൈര്യം കൊടുക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക്
നിൽക്കുമെന്ന് പരിശുദ്ധമ്മ വ്യക്തമായി ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. ആമേൻ. മമ്മിയോട് പരിശുദ്ധമ്മ ഇങ്ങനെ ദൂത് കൈമാറാൻ ദൈവമ്മ പറയുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയിലോ ജാമേ മുന്നേറാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധമ്മ പറയുന്നു, നീണ്ട വർഷമായി പ്രാർത്ഥിക്കുന്ന 3 വിഷയങ്ങൾക്ക് ഉത്തരം ഹല്ലേലൂയ ഈ ദിവസങ്ങൾ തന്ന് ഞാൻ മഹത്വം എന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം എന്റെ കൃപ ആമേൻ ആമേൻ ഇതുവരെ നടത്തിയെന്ന് പറയാൻ തക്കവണ്ണം സ്വർഗം മാനിക്കുമെന്ന് പരിശുദ്ധം പറയും. തകർന്നു പോകുന്ന ചില മേഖലകൾ, ഒറ്റയ്ക്ക് നിർത്തിയ ചില മേഖലകൾക്കകത്ത് ആമേ ചില ക്ഷമയാചന ചോദിച്ച് ദൈവമഹത്വം വെളിപ്പെട്ട് എന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ദൈവം പറയുന്നു, ഈ ദിവസങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിലല്ല, പുതുശക്തിയോട് പുതുബലത്തോട് ചിലതിനെ നേടുന്ന ചില ആത്മീയ കാഴ്ചപ്പാട് ആമേൻ കഴിഞ്ഞ നാളുകൾ പ്രാപിച്ച അഭിഷേകമല്ല, പുതിയൊരു അഭിഷേകത്തിന്റെ തലത്തിലേക്ക് നീക്കി ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറി. ആമേൻ ആമേൻ ദൈവസന്നിധി ആത്മാ ഇങ്ങനെ വീണ്ടും പറയുന്നു. ആമേൻ എതിരുകൾ മുന്നിലുണ്ട്, പക്ഷെ എതിരുകളെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ നിർത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ടെന്ന് പരിശുദ്ധാത്മ. ശക്തിയോട് പ്രാർത്ഥിക്കുക, ദൈവിക മഹത്വത്തിലേക്ക് താഴ്ന്നിരിക്കുക, സ്വർഗത്തിലെ ദൈവം മാനിക്കത്രയെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറി. ദൈവകരത്തിൽ ഏൽപ്പിക്കാം. നമുക്കൊന്ന് ഉറപ്പ് പറ. യോശുവയുടെ പുസ്തകം 1-ാമത്തെ വാക്യം എന്നോടുള്ളതാണ്. हम विश्वास से दृढ़ करके कहे कि जोशुआ की पुस्तक पहला अध्याय का 9वां वाक्य मेरे जीवन को बदलाव लेकर आने वाला वचन है। मैं दृढ़ रहूंगी, मैं परमेश्वर के आगे बढ़ूंगी, परमेश्वर मुझसे बातें करेंगे, आगे की जिंदगी में परमेश्वर की कृपा साया मुझ पर बसे रहेंगे करके इस दृढ़ता से हम प्रार्थना करेंगे। निश्चित हमें परमेश्वर 2026 में परमेश्वर की कृपा के अंदर हमें भर के रहेंगे। आमीन। हम इस वचनों के द्वारा आप सभी को परमेश्वर आशीषित होंगे। परमेश्वर आप सभी को परमेश्वर इस 2026 एक बड़ी आशीषित के वर्ष होगा। हर एक समय में परमेश्वर से शामिल लगाव में रहे, वो हमारे लिए बड़ा काम करेंगे। आमीन। थैंक यू सभी को। हैप्पी न्यू ईयर। आमीन। गॉड ब्लेस यू। आमीन।